ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ കാരുണ്യവും വാത്സല്യവും കരുതലും പരിഗണനയും ഒക്കെ നമ്മൾ അനുഭവിക്കുക. തമ്പുരാൻ നമ്മളെ എത്രമേൽ സ്നേഹിക്കുക. ഒരു മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ സ്നേഹിക്കുക. ഒരു മണവാട്ടി മണവാളനെ സ്നേഹിക്കുന്നത് പോലെ ഒരു ദൈവാത്മാവ് ദൈവത്തെ സ്നേഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് കർത്താവിനെ ദാഹിക്കുന്നു. ഐ എം തേർസ്റ്റിംഗ് ഫോർ യു ലോർഡ്. ഐ എം തേർസ്റ്റിംഗ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ദാഹിച്ചു. ദൈവത്തിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ടോ? ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടണമെന്ന് അത്രമേൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഒരു ദാഹം, ഒരു മണവാളെ സ്നേഹിക്കുന്ന പോലെ. കല്യാണമൊക്കെ കഴിഞ്ഞു, ഹണിമൂൺ, ഇതൊരു സ്നേഹത്തിന്റെ അനുഭവം. മക്കൾ ഓരോ ആത്മീയ ജീവിതം. തിരുവനന്തപുരം വെളിപാട് പുസ്തകം തീരുമ്പോൾ ഒരു കല്യാണത്തിന്റെ കഥ പറഞ്ഞൂടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മണവാട്ടിയെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ സ്നേഹബന്ധങ്ങളുടെയൊക്കെ വാംത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ വാംത്, ചൂട് നഷ്ടപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ ഈ തിരുനാളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു പുണ്യാളത്തെ പൊക്കി പിടിച്ചോണം. നിന്റെ ജീവിതത്തെ ഒരു പുണ്യത്തോളം ഉയർത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് തിരുനാളുകളൊക്കെ തരുന്നത്. Can you love me? പത്രോസിനെ ചോദിക്കില്ലേ, യോനായുടെ പുത്രൻ, നീ എന്നെ സ്നേഹിക്കുന്നു? സ്വർഗത്തിലെത്തുമ്പം ചോദിക്കാൻ പോകുന്ന ഒറ്റ ദൈവത്തെ എന്തുമാത്രം സ്നേഹിച്ചു? നീ എത്ര കുർബാന കൂടി കണക്കെടുക്കത്തില്ല, എത്ര നൊവേനയില്ല ചോദിക്കത്തില്ല. നീ എന്തുമാത്രം 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 എന്തുമാത്രം. ഇനി സ്നേഹിച്ചതിനൊരു തെളിവൊക്കെ ചോദിച്ചാൽ എന്നാ തെളിവ് കൊടുക്കും മക്കളെ? നമ്മള് ദൈവത്തെ നീ സ്നേഹിച്ചു എന്നതിന് നീ ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തെ നീ സ്നേഹിച്ചെങ്കിൽ നീ തിരിച്ചു കൊടുത്ത സ്നേഹത്തിന്റെ കണക്കൊന്ന് പറയാൻ പറഞ്ഞാൽ എന്നാ ചെയ്യും നമ്മള്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില മക്കളുണ്ട് മാതാപിതാക്കളെ ഇങ്ങനെ പൊന്നുപോലെ വെച്ചിരിക്കുക. പറയും, എൻ്റെ അമ്മ കഷ്ടപ്പെട്ടതാ, ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടതാ എൻ്റെ ഈ അമ്മ, ഒരായുസ് മുഴുവൻ ത്യാഗമെടുത്തതാ എൻ്റെ ഈ അപ്പൻ. വീട്ടിലെ തിരിശേഷിപ്പ് പോലെ മാതാപിതാക്കളെ വെക്കുന്ന മക്കള്. അതിനപ്പുറത്ത് വലിയ ഭാഗ്യമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ആരെയെ പറ്റി പറയുക, അച്ഛാ എൻ്റെ മാതാപിതാക്കളെ അവൾ നോക്കുന്നത്. വീട്ടിൽ വഴക്കൊക്കെയാ, ചേട്ടനെയും ചേട്ടത്തെയും തമ്മിൽ നല്ല അടിയൊക്കെ വീഴുന്നു. പക്ഷേ അവളെൻ്റെ മാതാപിതാക്കളെ നോക്കുന്നത് കാണണം വെച്ചാ. സകല പരിഭവങ്ങൾ പരാതി അതുപോലെയാ. അമ്മയ്ക്ക് പാർക്കിൻസൺസ് ഓർമ്മയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവളെൻ്റെ മാതാപിതാക്കളെ നോക്കുന്ന കാണുമ്പോൾ അവളെ സ്നേഹം കൊണ്ട് തോപ്പിക്കാൻ, സ്നേഹം കൊണ്ട് തോപ്പിക്കാൻ. വിശന്നു, ദാഹിച്ചു, വസ്ത്രമില്ലായിരുന്നു, പിന്നെ ജയിലിലായിരുന്നു, പരദേശിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമൊക്കെ വിളമ്പിക്കൊടുക്കാനുള്ളതാണ്, സ്നേഹമൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്, സ്നേഹമൊക്കെ പുതപ്പിക്കാനുള്ളതാണ്, സ്നേഹമൊക്കെ കൂടെയിരിക്കാനുള്ളതാണ്, സ്നേഹമൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ. ദൈവത്തിന് എന്ത് നീ വിളമ്പിക്കൊടുത്തെന്നൊക്കെയാ പറയുന്നേ. ദൈവത്തിന് നീ എന്ത് വിളമ്പിക്കൊടുത്തെന്നൊക്കെയാ പറയുന്നത്. കഴിഞ്ഞ ദിവസം അബ്രഹാത്തിനൊക്കെ സംഭവം വായിക്കുകയായിരുന്നു. ജീവിതത്തിന്റെ തകർച്ചയിലും ദുരന്തത്തിലും ഇരിക്കുന്ന അബ്രഹാത്തിന്റെ അടുക്കലേക്ക് 3 ആളുകൾ വരുമ്പോൾ പ്രഭു എന്ന് വിളിച്ചുകൊണ്ട് അപ്പം വിളമ്പുന്ന, ഭക്ഷണം വിളമ്പുന്ന അബ്രഹാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന് നീ എന്ത് വിളമ്പിയിട്ടുണ്ടോ ആലോചിക്കാൻ പറ്റും മക്കളെ. ഹല്ലേലൂയ. എനിക്ക് ദാഹിക്കുന്നു, കുരിശിൽ നിന്നുമുള്ള നിലവിളിയാ, എനിക്ക് ദാഹിക്കുന്നു. ആത്മാവിന് വേണ്ടിയുള്ള, സ്നേഹത്തിന് വേണ്ടിയുള്ള, കരുതലിന് വേണ്ടിയുള്ള ഒരു വിളി. ആരുമില്ല,
പ്രിയപ്പെട്ട അമ്മയും സ്നേഹിക്കുന്ന ശിഷ്യനും മാത്രം ദാഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിക്കാൻ പോകുമ്പോഴേക്കും അവസാനം ഉണ്ടല്ലോ, ഈ ലിക്വിഡ് മാത്രം സ്വീകരിക്കുന്ന സമയം വരും. ട്യൂബിലൂടെ എന്നാ കൊടുക്കുന്നേ? പൊറോട്ടയും ചിക്കൻ ആണ് കഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് കുടിക്കുന്ന സമയം. അവസാനം മരിക്കാൻ നേരത്ത് എന്താ കൊടുക്കുന്നത്? തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം. ദാഹിക്കുന്നു. അർത്ഥം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അവൻ കുരിശേ കിടന്ന് വിളിച്ചു പറഞ്ഞതിന്റെ അർത്ഥം കിട്ടുന്നുണ്ടോ? ജീവിച്ചിരുന്നപ്പം അവന് കുടിക്കാൻ കൊടുത്തവന്റെ തൊണ്ട നനഞ്ഞ മരിയില്ല, വയറ്റിൽ ട്യൂബിടേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ദാഹിക്കുന്നു. ഞങ്ങളെ വെറുതെ ഇരുന്നൊന്ന് ആലോചിക്കണേ. എന്തോരം കിട്ടിയല്ലേ. കിട്ടിയതിനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് വിഷമിച്ചു പോകും മക്കളെ. ദൈവം ഇങ്ങനെ സ്നേഹിച്ച് തോപ്പിക്കുന്നത്. നിങ്ങൾ സാക്ഷികളല്ലേ. ഏതൊക്കെ സമയത്താ ദൈവം മനുഷ്യന്റെ രൂപം കൊണ്ട് നിങ്ങളുടെയൊക്കെ അടുക്കലേക്ക് വന്നത്? മനുഷ്യനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയിച്ചു നിൽക്കുക. എൻ്റെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ കൈക്ക് പിടിച്ച് അകത്തോട്ട് വിളിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം പൊന്നു കുഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ് മോശയോട് പേര് പറഞ്ഞ് ആയിരിക്കുന്നവനാകുന്നു, നിന്റെ കൂടെ ആയിരിക്കുന്നവനാകുന്നു. അവൾ ഇങ്ങനൊരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, വലതുകരമേർത്തി ഹല്ലേലൂയ, വലതുകരമേർത്തി ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ കൂടെ ഇത്രമാത്രം എന്തൊരു സ്നേഹമായി ഇവൻ തന്നിട്ടുള്ളത്. എന്തൊരു കാരുണ്യമാണ് ഈ ദൈവം കാണിച്ചിട്ടുള്ളത്. ശയ്യായിലൊക്കെ പറയുന്ന അമ്മ കുഞ്ഞിനെ പാലൂട്ടുന്നത് പോലെ നിന്നെ ഞാൻ പാലൂട്ടുന്നു, അമ്മ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നത് പോലെ നിന്നെ ഞാൻ ലാളിക്കുന്നു. ഹല്ലേലൂയ, ഉച്ചത്തിൽ വിളിക്ക് ഹല്ലേലൂയ. സത്യമല്ല മക്കളെ, സത്യമല്ലേ. അവന്റെ സ്നേഹം നമ്മളെ വീർപ്പ് മുട്ടിച്ചത്. അവന്റെ സ്നേഹമൊക്കെ ഓർത്ത് പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പം കരയുന്നെന്തിനാ? മരിച്ചതുകൊണ്ടാണ് നിങ്ങൾ കരഞ്ഞത്. അത്രയും സ്നേഹിച്ചത് കൊണ്ടാണ്. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി എന്നെ എന്തുമാത്രം സ്നേഹിച്ചുവെന്ന് ഓർക്കുമ്പോഴാണ് നിന്റെ കണ്ണ് നിറയുന്നത്. കെട്ടിയോൻ മരിച്ചാൽ കരയണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്നേ. അപ്പം മരിച്ചാൽ കരയണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്നേ. ആരാ പറഞ്ഞ അമ്മ മരിച്ചാൽ കരയണമെന്ന് നിർബന്ധമുണ്ടെന്ന്? അമ്മ സ്നേഹിച്ചതിനെ പറ്റി ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ആര് സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നു അവർ കരയും. എന്തുമാത്രം സ്നേഹിച്ചു. കുർബാനയൊക്കെ നമ്മളെ കരയിക്കുന്നപ്പോൾ നമുക്ക് ധ്യാനമില്ലാത്തതുകൊണ്ട് കുർബാന കരയിക്കാത്തത്. നമുക്ക് ധ്യാനമില്ലാത്തതുകൊണ്ട് ബൈബിള് വായിച്ചാൽ നമ്മുടെ കണ്ണ് നിറയാത്തത്. ഹല്ലേലൂയ, ഹൃദയത്തിന്റെ മിടിപ്പിന്റെ പേരെ ധ്യാനം കേട്ടോ. ധ്യാനമില്ലെങ്കിൽ ആത്മീയതയില്ല. ധ്യാനമില്ല, ചുമ്മാ ഹല്ലേലൂയ കൂവാന്നേ ഉള്ളൂ. കൂവുന്നു അവരും ഹല്ലേലൂയ, കൂവലല്ല ഹല്ലേലൂയ. അതെങ്ങനെ ഹൃദയം അടക്കി വെക്കാൻ പറ്റണില്ല. എൻ്റെ ഹൃദയം പൊട്ടുന്നൊക്കെ ജെറമിയ പറയണില്ലേ? എൻ്റെ ഹൃദയം പൊട്ടുന്നു അവൻ്റെ സ്നേഹത്തെ ഓർത്തിട്ട്. ഇന്ന് 2 കാലം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ ഇന്ന് ഈ തിരുവസ്ത്രവും അണിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വചനം പറയുന്നു എന്നൊക്കെ ഞാൻ ധ്യാനിച്ചാൽ എൻ്റെ ചങ്കു പൊട്ടും. ധ്യാനി പുണ്യാളം പറയും, പുരോഹിത നീ ആരാണെന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം നീ അവിടെ വീണ് മരിക്കും. അച്ഛനെ പറ്റി ധ്യാനിച്ചാൽ പിന്നെ അച്ഛൻ മിണ്ടത്തില്ല. 1000 തവണ പറഞ്ഞിട്ടുള്ള കഥയില്ലേ തോമസ് അക്വിനാസ്, പിന്നെ എഴുതിയിട്ടില്ല. കുർബാനയെ പറ്റി 1000 പുസ്തകങ്ങൾ എഴുതിയവൻ ഒരു വാക്ക് കുർബാനയിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവൻ മിണ്ടിയിട്ടില്ല, അവൻ എഴുതിയിട്ടില്ല. അവൻ ആരാധന ആരംഭിച്ചു കഴിഞ്ഞു. സ്നേഹം ആരാധനയാണ് മക്കളെ, സ്നേഹം ആരാധനയാ. പറയാല്ലേ, എനിക്ക് നിങ്ങളോട് ആരാധനയാ. എനിക്ക് അല്ലേ, നമ്മൾ സിനിമാ നടന്മാരെയൊക്കെ ആരാധിക്കുന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് നിങ്ങളോട് ആരാധനയാണ്.
ജീവിത പങ്കാളിയോട് ആരാധന തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ജീവിത പങ്കാളിയോട് ആരാധന തോന്നിയിട്ടുണ്ടോ? മാതാപിതാക്കളോട് ആരാധന തോന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ സ്നേഹത്തിന്റെ രഹസ്യത്തിന്റെ പേര് ആത്മീയ രഹസ്യം. എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റുന്നു, എന്തുമാത്രം സ്നേഹിച്ചു. ഇതാ ഈ സ്നേഹത്തിന്റെ കഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാർ മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങളോട് പറയുമ്പോൾ നീ നേരെ പറയുന്നുണ്ടല്ലോ, എന്തിനാ അവരോട് ഈ ഉപമയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവ് പറയുക, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം. Just to know the secrets of the kingdom of God. ദൈവവചനത്തിലെ സ്വർഗരാജ്യത്തിന്റെ രഹസ്യം. നേരത്തെ ആ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? 9 മണിക്കൂറിലധികം നീണ്ട സർജറി കഴിഞ്ഞ് ബോധം തെളിയുമ്പം പറയുക, എനിക്ക് ആ കുരിശുരൂപം ഒന്ന് തരുമോ? എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കുരിശുരൂപം ഇരിപ്പുണ്ട്. ആ കുരിശുരൂപത്തെ വിളിച്ച് ചോദിച്ച് വാങ്ങിച്ച് കയ്യിൽ പിടിക്കുമ്പോ 9 മണിക്കൂർ നീണ്ടു നേർത്തി ഡോക്ടർമാര് വെട്ടിമുറിച്ച ശരീരത്തിൽ നിന്ന് വേദനകൾ അപ്രത്യക്ഷമായെന്ന് ഈ വിശുദ്ധ ആൾക്കാരിൽ നിന്ന് മകൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ കേട്ടതല്ലേ? എന്നിട്ടും എന്താ നിങ്ങളുടെ കയ്യിൽ കുരിശുകളില്ലാത്തത്? എന്നിട്ടും എന്താ നിങ്ങൾ കുരിശുകൾ മുറുകെ പിടിക്കാത്തത്? ഹല്ലേലൂയ. മുറുകെ പിടിക്കാനുള്ളതാണ് കുരിശ്, കഴുത്തെ തൂക്കാനുള്ളതല്ല കുരിശ്. മുറുകെ പിടിക്കാനുള്ളതാണ് കുരിശ്, കഴുത്തെ തൂക്കാനുള്ളതല്ല കുരിശ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗകര്യത്തിന് നമ്മൾ തൂക്കിയിട്ടിരിക്കുക, സൗകര്യത്തിനുള്ള നല്ല ഡപ്പാ കുരിശ്. സൗകര്യത്തിന് കഴുത്തെ തൂക്കിയിട്ടിരിക്കുക, സൗകര്യത്തിനുള്ളതല്ല കുരിശ്, മുറുകെ പിടിക്കാനുള്ളതാ കുരിശ്. അതുപോലെ സാധാരണക്കാരൻ മനുഷ്യൻ കണ്ണിൽ വെളിച്ചം വീണ ഉടനെ എടുത്ത് സ്കൂട്ടർ ഓടിച്ച് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്ന പോഷൻ സാധാരണക്കാരനവൻ. നിന്റെ ബുദ്ധിയൊന്നും അവനില്ലെന്ന്, നിന്റെ കണക്കൂട്ടലോ. അതുകൊണ്ടാണ് ഇന്ന് പലചരക്ക് കട ഇന്ന് അടച്ചു വിട്ടിട്ട് അവൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുക. ഇന്നല്ല, എല്ലാ ചൊവ്വാഴ്ചകളിലും. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ളവനാണ് അവൻ. അവന് കുടുംബം നോക്കാനുള്ളതാ. അവനാല് സംഭാവന കൊടുക്കാറൊന്നുമില്ലെന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ മുറുകെ പിടിക്കുക. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളായത്. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പിഴിഞ്ഞെടുക്കണം മക്കളെ. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ജീവിതത്തെ പിഴിയുമ്പോ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് കിട്ടും. ജീവിത അനുഭവങ്ങളെ പിഴിയുമ്പോ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കിട്ടും. നമുക്ക് പേടിയാ, ജീവിതത്തെ തന്നെ നമുക്ക് പേടിയാ. ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഭയത്തോടെ നോക്കുകയല്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേട്ടനും അനിയനൊക്കെ സുഖമില്ലാതിരിക്കാൻ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്ന എനിക്ക് പേടിയായിരുന്നു. ഫോൺ കോൾ വരുന്ന പേടിയാ. ആ ഫോണിൻ്റെ അറ്റത്ത് മരണമല്ലായിരിക്കില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു 2 തവണ. ഒരു ദിവസം വെളുപ്പാങ്കാലത്തും ഒരു ദിവസം 10 മണിക്ക് ഞാൻ ഫോൺ എടുത്തു. 2 ഫോണിൻ്റെ അറ്റത്ത് മരണമായിരുന്നു. ആവരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഫോൺ എടുക്കാൻ പേടിയായിരുന്നു, വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. മക്കളെ, അത്രയ്ക്ക് ഭയപ്പെടാനുണ്ടോ ഇതൊക്കെ? അത്രയ്ക്ക് ഭയപ്പെടാനുണ്ടോ ഇതൊക്കെ? അതൊന്ന് പിഴിഞ്ഞെടുത്താൽ ദൈവത്തിൻ്റെ രഹസ്യം കിട്ടുമെന്ന് നിനക്കെന്നെ അറിയാത്തത്. നിന്റെ സങ്കടങ്ങളെ ഒന്ന് പിഴിഞ്ഞെടുത്താ, നിന്റെ ജീവിത ദുഃഖങ്ങളെ ഒന്ന് പിഴിഞ്ഞെടുത്താ, നിന്റെ ജീവിത തകർച്ചകളെ ഒന്ന് പിഴിഞ്ഞെടുത്താ സ്വർഗരാജ്യത്തിന്റെ രഹസ്യം കിട്ടും. പിഴിഞ്ഞെടുക്കണം രഹസ്യങ്ങൾ. പിഴിഞ്ഞെടുക്കുന്ന സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ. അവന് ബലമുണ്ടാവും, അവന് കരുത്തുണ്ടാവും. അവൻ ജീവിതത്തിൽ ഇടകാതെ മുന്നോട്ട് പോകും. അവൻ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പിടികിട്ടിയവര് അവൻ ഇടകാതെ മുന്നോട്ട് പോകും. ശിഷ്യന്മാരോട് പറഞ്ഞു, ജൂലൈ മാസമല്ലേ, 3-ാം തീയതി തോമാസ്ലിയ സെന്റ് തോമസ് മൗണ്ടില് അവൻ ഓടി. അവൻ ഗലീലയിൽ നിന്ന് അവൻ ഓടി.
അവൻ ഓടി ഓടി ഭാരതത്തിലെത്തി, അവൻ പേർഷ്യയിലെത്തി, അവൻ ചൈനയിലെത്തി. ചിന്തിക്കാൻ പറ്റും നമുക്ക്. നടക്കാൻ ധൈര്യമുള്ള നടക്കുക, വെല്ലുവിളിക്കാം ഞാൻ. എത്ര ദൂരം നടക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്? ഈ മനുഷ്യന്മാർ നടന്ന് അല്ലെങ്കിൽ വള്ളത്തിൽ കയറിയൊക്കെ ആയിട്ട് എങ്ങനെയോ ഇവിടെ എത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കാലുകളുടെ അടിയിൽ തീക്കനല. നമ്മളിങ്ങനെ കാലുമാട്ടിയിരിക്കുന്ന എന്താണെന്നറിയാം? കാൽപ്പത്തിലെ കാലില് നമുക്ക് തീക്കനലില്ല മക്കളെ. പരിശുദ്ധാത്മാവിന്റെ തീക്കനൽ എന്ന് പറഞ്ഞില്ലേ? മറിയത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നാ കേട്ടത്? ഗോ ആൻഡ് പ്രീച്ച്. പോയി പ്രസംഗിക്കാനാ പറഞ്ഞത്. പോയി പ്രസംഗിക്കാത്തവൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. പോണം. വീട് വിട്ട് ഇറങ്ങണം, വീട് കയറി ഇറങ്ങണം, കർത്താവിനെ പറ്റി പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചുറ്റുപാടുള്ള 10 വീട്ടിലെങ്കിലും ഈ ആഴ്ച കയറിയിട്ട് ഈശോയെ പറ്റി പറയണം. തൊട്ടടുത്തുള്ള 10 വീട്ടിൽ ഈ ആഴ്ച ചെല്ലണം, വന്നിട്ട് ഈശോയെ പറ്റി പറയണം. പറഞ്ഞാ നീ രക്ഷപ്പെട്ടു, പറഞ്ഞില്ല നിന്റെ കഷ്ടകാലവും. പറഞ്ഞാ നീ രക്ഷപ്പെട്ടു, പറഞ്ഞില്ല നിന്റെ കഷ്ടകാലവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കൊച്ചൻ, ഒരു മോൻ പ്രാർത്ഥിക്കാൻ വന്നത്രേ. വലിയ പഠിത്തത്തിന് പോയതാ. വലിയൊരു അപകടം. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇറക്കം വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചടാ, പ്രാർത്ഥന ഉണ്ടോടാ മോനെ? കുറഞ്ഞു പോയച്ചു. ഒന്നേയെല്ലാം കണ്ടോ? ഇല്ലച്ചു. ഒവേന ഇല്ല. ദൈവമക്കളെ, ഞാൻ പറഞ്ഞടാ, ശവമാകേണ്ട നീയാ ഇപ്പം എഴുന്നേറ്റ് നടന്ന് പേടിച്ച് വന്ന് നിൽക്കുക. ഒരു വലിയ അപകടത്തിൽപ്പെട്ടിട്ട് അവൻ്റെ അപ്പനും അമ്മയും കൂടെ നിൽക്കുമ്പം തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ദൈവമക്കളെ, തോറ്റുപോകും അവനെ പ്രഘോഷിച്ചില്ലെങ്കിൽ, അവനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ. Go to my brothers. എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ചെന്ന് ഞാനിതാ ഉയർത്തെഴുന്നേറ്റ് വന്ന് അവരോട് പറയുക, സുവിശേഷമത, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിനക്ക് കേട്ടിട്ട് പോകാനും തിരികെത്തിക്കാനുമുള്ള ഇടത്തിന്റെ പേരല്ല ക്രിസ്തു. നീ അവനിൽ നിന്നും ഈ സുവിശേഷങ്ങൾ നീ പറഞ്ഞു തുടങ്ങിക്ക മക്കളെ. ജീവിതത്തിനൊക്കെ മാറ്റം വരാൻ പോവുക. ജീവിതമൊക്കെ പുത്തൻ അഭിഷേകം പ്രാപിക്കാൻ പോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞു നോക്ക്, ജീവിതത്തിനൊരു സുഖം കിട്ടിത്തുടങ്ങും. നിങ്ങൾ സുവിശേഷം പറഞ്ഞു തുടങ്ങും, കർത്താവിനെ പറ്റി പറഞ്ഞു തുടങ്ങും, ജീവിതത്തിനൊരു സുഖം കിട്ടിത്തുടങ്ങും. ആര് ഫോൺ വിളിച്ചാലും, ഇപ്പം വീട്ടിലൊക്കെ പോകാൻ പറ്റും, ഒരു ഫോൺ വിളിച്ചാലും ആദ്യം ഒരു ദൈവകാര്യം പറ, ആദ്യം ഒരു സുവിശേഷം നിങ്ങൾ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷമില്ലാത്തൊരു ഫോൺ കോള് പാടില്ല മക്കളെ. സുവിശേഷം പറയാത്തൊരു ഫോൺ കോൾ നിനക്കുണ്ടാവില്ല. ആരോടാണോ ഞാൻ ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം? 3:30 ഹല്ലേലൂയ. സുവിശേഷം പറ. ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് അവർക്ക് ലഭിച്ചിട്ടില്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇതാ മക്കളെ. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ജീവിതത്തിലെ നൊമ്പരങ്ങളെ പിഴിഞ്ഞ് സ്വർഗരാജ്യത്തിന് രഹസ്യം മനസ്സിലാക്കുന്നവരെ വിശ്വാസി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളവന് നൽകപ്പെടും. ഈ ചുവട് വെച്ച് തുടങ്ങുന്നവരെ അവരിങ്ങനെ സമർത്ഥ. കൊച്ചു പിള്ളേർ ഈ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ 4 മണിക്ക് കാപ്പിയുണ്ട്, 4 മണിക്ക് ക്ലാസ് തീരും, മണിയടിക്കും. മണിയടിക്കുന്നത് കാപ്പി കുടിക്കാനും കളിക്കാനും വേണ്ടിയിട്ടാണ്. ചില വിദ്വാന്മാരുണ്ട്, ആ കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഞാനും ഉണ്ട്. നേരെ കോർട്ടിലേക്ക് ഓടും. കാപ്പി വേണ്ട, ഏത്തപ്പഴമാണ് വേണ്ട, ചിലപ്പോൾ നല്ല വേറെ എന്തെങ്കിലും കാണും, വേണ്ട. ഓടുക, ക്ലാസ് റൂമിൽ നിന്നിറങ്ങി ഒരു വിശാലതയിലേക്ക് ഓടുക. പിള്ളേരോട് നോട്ടമില്ലേ? ജൂൺ ജൂലൈ മാസം മഴ പെയ്താലും ആ ഗ്രൗണ്ടിൽ കിടന്ന് ഞങ്ങൾ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഇപ്പോഴും ഓർക്കുക. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പന്തിങ്ങനെ ഒഴുകാൻ തുടങ്ങുമ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക മഴയത്ത്.
മക്കളെ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആവേശത്തോടെ കർത്താവിൻ്റെ രഹസ്യങ്ങളുടെ ഫുട്ബോൾ കോർട്ടിലേക്ക് ഇറങ്ങി ഫുട്ബോൾ കളിക്കാനൊക്കെ നമുക്ക് പറ്റണം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു ആനന്ദമാണെന്നറിയാവോ? 10 പൊറോട്ട കഴിച്ചാലൊന്നും ആനന്ദമൊന്നും കിട്ടില്ല. ഈ ഓടിക്കളിച്ച് ഒരു കളി നന്നായിട്ടൊന്ന് കളിച്ച് കഴിയുമ്പോൾ, ഒരു ഗെയിം കഴിയുമ്പോഴത്തേനുള്ളൊരു ആനന്ദം, ആത്മീയതയെ ഒരു ഗെയിമായിട്ടൊക്കെ കാണാൻ പറ്റട്ടെ മക്കളെ. സ്വർഗവുമായിട്ട്, ദൈവവുമായിട്ട്, മാലാഖമാരുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ള നിന്റെ ഉല്ലാസമായിട്ട് നിന്റെ ആരാധന തീരണം. ഇത് കരച്ചിൽ പരിപാടി, ആരാധന ഉല്ലാസമാണ് മക്കളെ. ആരാധന ദൈവവുമായിട്ടുള്ള നിന്റെ ഉല്ലാസത്തിന്റെ പേര് ആരാധന. മാലാഖമാരുമൊത്തുള്ള ഉല്ലാസത്തിന്റെ പേര് ആരാധന. പാട്ടൊന്നും അറിയത്തില്ലേലും പാട്ടുപാടി കളിക്കാറില്ലായിരുന്നു. പാട്ടൊന്നും അറിയത്തില്ലെങ്കിലും പാട്ടുപാടി ടൂറൊക്കെ പോകുമ്പോഴിങ്ങനെ പാട്ടുപാടും. പാട്ടറിയത്തില്ലെങ്കിലും പാട്ടുപാടി കളിക്കുന്നതാണ്. മാലാഖമാരുടെ കൂടെ ഇരുന്ന് പാട്ടുപാടി കളിക്കുന്നതാണ് ആരാധന. മക്കളെ, ഹല്ലേലൂയ. സായാഹ്ന പ്രാർത്ഥനയൊക്കെ വിനോദമാ. ദൈവത്തിന്റെ വിനോദത്തിന്റെ പേര് ആരാധന. മാലാഖമാരുടെ വിനോദത്തിന്റെ പേര് ആരാധന. ഭാരമായി തീർന്നിരിക്കുക. പള്ളിയിലൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാന്നേ. ഒരു 10 മിനിറ്റ് കുർബാന നീണ്ടിയാ ബുദ്ധിമുട്ടാന്നേ. സ്വർഗത്തിന്റെ ആനന്ദമാടാകൂട്ട ഇത്. സ്വർഗത്തിന്റെ വിനോദമാടാകൂട്ട ഈ ആരാധന എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല രസമല്ലേ കൈയടിച്ചൊക്കെ ഇങ്ങനെ പാട്ടുപാടിയൊക്കെ ഇരിക്കാൻ. ചൊവ്വാഴ്ചകൾ ദൈവം നിശ്ചയിച്ച ദിവസമാണ്. പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയപ്പോൾ പ്രയർ മീറ്റിംഗ് ചൊവ്വാഴ്ചയായിരുന്നു അമേരിക്കയിൽ. വൈകുന്നേരം 7 മണിയാകുമ്പോൾ സായിപ്പന്മാരെല്ലാം കൂടെ വരും. അച്ഛന്മാരെ കിട്ടാനില്ലാത്തത് കൊണ്ട് എന്നെയും കൊണ്ട് പോകും, ഞാനും പോകും. അവസാനിച്ചിട്ട് വചനവും പറയുന്ന ഒരു ബ്ലെസ്സിങ്ങും കൊടുക്കണം. അതാണ് നമ്മുടെ ജോലി. ഈ മനുഷ്യന്മാർ കിട്ടുന്ന ഗിറ്റാറും കൊട്ടും തട്ടും എല്ലാം ആയിട്ട് വരും. അതുകൊണ്ട് ആരാധന തുടങ്ങും. ഒരു 1/4 മണിക്കൂർ പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്. പാട്ടുപാടി ചുവട് വെച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് എല്ലാം മറന്ന് മനുഷ്യരിങ്ങനെ ദൈവത്തെ, ഒരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട് കഴിയുമ്പോൾ 3-ാമത്തെ പാട്ട്. ഗിറ്റാറുള്ളവർ ഗിറ്റാർ എടുത്തുകൊണ്ട് വരും, വയലിൻ ഓരോരുത്തരും അവരവരുടെ ഇൻസ്ട്രുമെൻസും ഒക്കെ ആയിട്ട് വന്നിങ്ങനെ 1/4 മണിക്കൂർ ഇത് തന്നെ പരിപാടി. അതിനുശേഷം പ്രാർത്ഥനയാണ്. പറഞ്ഞാൽ നമുക്ക് പിടികിട്ടില്ല. ആദ്യം കുറച്ച് പേര് വന്ന് ഭാഷാപരത്തിൽ അതും ഇതൊക്കെ പറഞ്ഞു മൈക്കിന് മുമ്പിൽ വന്ന്. പിന്നെ കുറച്ച് പേര് വന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് പ്രവചനങ്ങളൊക്കെ പറയുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പം കുറച്ച് പേരിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. അതിനുശേഷം അച്ഛൻ വചനം പറയും, ബ്ലെസ്സിങ് കൊടുക്കും. ഒരു 2 മണിക്കൂർ, 9-9:30, 7 മുതൽ 9:30 വരെ. ഔട്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിലൊന്നുമല്ല അന്നേരം. ഒരാനന്ദമാണ്, ഒരു സന്തോഷമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില കള്ളുകൂടിയന്മാരെയും തോന്നിയാസികളെല്ലാം കൊണ്ടുവന്ന് ഇരുത്തും. അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന കൂട്ടുകാർ കൊടുക്കുന്നൊരു പണിയാണ് അത്. 2-ാമത്തെ പാട്ടല്ല 3-ാമത്തെ ദിവസത്തെ പാട്ടൊക്കെ കഴിയുമ്പോൾ ചേട്ടായിയും കൊണ്ടുവരും ഒരു ഗിറ്റാറ്, ചേട്ടായിയും കൊണ്ടുവരും ഒരു ബൈബിള്. ആരും മാനസാന്തരപ്പെടാനൊന്നും ആരും ഉപദേശിക്കാറൊന്നുമില്ല. ഒന്നിച്ചിരുന്ന് ദൈവത്തിൻ്റെ വിനോദത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഇവന് പിടികെട്ടി കള്ളു കുടിക്കുന്നത് നല്ല വിനോദം, ചീട്ട് കളിക്കുന്നത് നല്ല വിനോദം, കർത്താവിനെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ല വിനോദം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര ആനന്ദം, വലിയ ആനന്ദം, ഭയങ്കര സ്നേഹമാ. പിന്നെ വലിയ സ്നേഹമാണ്. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കും. കഷ്ടിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവൻ സാവധാനം ഞായറാഴ്ച പോകാതാകും. പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നവന് 2 കുർബാനയിൽ പങ്കെടുക്കണം തോന്നും. 2 കുർബാനയിൽ പങ്കെടുത്തവന് 3 കുർബാനയിൽ പങ്കെടുക്കണം തോന്നും. പിന്നെ അവൻ ചൊവ്വാഴ്ച രാവിലെ വന്നാൽ വൈകിട്ടും വരെ ഇരുന്ന് ഉള്ള കുർബാന മുഴുവൻ അവന് പങ്കെടുത്താലും കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വെച്ചാൽ 7 മണിക്കൊരു കുർബാന വെക്കാവുമെന്ന്. കുറച്ച് പേര് 3-4 പേര് ഗ്രൂപ്പായിട്ട് എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, വെച്ചാൽ വൈകുന്നേരം ഒരു കുർബാന കൂടെ വെച്ച് തരാമെന്ന്. ഞാൻ എന്നാ പറയാനാ, ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. പിതാവ് അനുവദിക്കണമെന്ന് പറഞ്ഞു. അച്ഛനും മടുപ്പില്ല മകളെ, നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കില്ല രാവിലെ മുതൽ, മടുപ്പില്ല. ഇതൊരു ലഹരിയാണ്, ഇതൊരു ആനന്ദമാണ്.
ഇത് കർത്താവിന്റെ വിനോദത്തിൽ പങ്കുചേരുക. ഹല്ലേലൂയ. ഉള്ളവന് നൽകപ്പെടും. കർത്താവിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കല്ല, ദൈവത്തിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കല്ല, ആരാധനയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കല്ല, പ്രാർത്ഥനയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കല്ല, വചനം വായിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കല്ല, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പിശുക്ക് കാണിക്കരുത്. എന്തൊരാനന്ദമാണെന്നറിയോ? ഹല്ലേലൂയ. ഒന്നരയായി, സമയമെല്ലാം പോയി, നമുക്ക് തീർക്കാം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയായിട്ട്. ഇത് മതി മക്കളെ. ഒരു കെടാവിളക്ക് കത്തി നിൽപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിരട്ടാടാപ്പാ. ശങ്കിലൊരു കെടാവിളക്ക് കത്തി നിൽപ്പുണ്ടെങ്കിൽ എന്ത് വിഷമമാടാ ഉള്ളവന്. ശങ്കിലൊരു തുള്ളി സ്നേഹം കിടപ്പുണ്ടെങ്കിൽ പിന്നെ എന്നാ അസ്വസ്ഥതയാണ് നിനക്കുള്ളത്. ശങ്കിലൊരു തുള്ളി കരുണ കിടപ്പുണ്ടെങ്കിൽ നീ എന്തിനെപ്പറ്റി പരാതി പറയാൻ പോണേ? ഉള്ളവന് വീണ്ടും നൽകപ്പെടും, അതവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ. ദൈവം ആത്മീയ സത്യം കേട്ടോ. ദൈവം ഒരു അസൂയക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈസ് എ ജലസ് ഗോഡ്. പറയുന്നില്ലേ യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന് 5-ാം വാക്യമെന്ന് എനിക്ക് തോന്നേ, നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അവിടുന്ന് അസൂയയോടെ കാക്ഷിക്കുന്നു. നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ ആഗ്രഹിക്കുന്നെന്ന് ചുമ്മാ പറയുക. മനുഷ്യന്മാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. ഹല്ലേലൂയ. അല്ല പിന്നെ ഹല്ലേലൂയ. കൊച്ച നിന്റെ കാര്യയുടെ പേഴ്സണലി എനിക്ക് നിങ്ങളുടെ പേരറിയാമെങ്കിൽ ഞാൻ പേര് വിളിച്ചേനെ. അറിയാതെ പേരും കൂടെ മറന്നുപോകും. അതാണ് കാര്യം. കർത്താവിന് മറവിയില്ലടാ കൂട്ട. സ്നേഹത്തിന് മറവിയില്ല. ദൈവത്തിന് സ്നേഹത്തിന് മറവിയൊന്നുമില്ല. നമ്മളിത് കുരുത്തക്കടെല്ലാം ദൈവം മറന്നുപോകും. കർത്താവ് പോസിറ്റീവാ. നല്ല കാര്യങ്ങളെല്ലാം കർത്താവ് ഓർത്തിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുക. എങ്ങനെയും കയറി വരുന്ന വരട്ടെ, എങ്ങനെങ്കിലും കയറി വരുന്ന വരട്ടെ. നിങ്ങളെൻ്റെ കൂടെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് നേരിട്ട് പറയാമല്ലോ. മറ്റുള്ളവർക്ക് ഞാൻ ഉപമകൾ എങ്ങനെയെങ്കിലും കയറി വരുന്നെങ്കിൽ വരട്ടെ. അവ കണ്ടിട്ടും കാണുന്നില്ല. സത്യമല്ല മക്കളെ. കൺമുമ്പിൽ റെറ്റിനായുടെ മുമ്പിൽ കണ്ട കാര്യമാണ്. നമ്മളൊക്കെ അത് തന്നെ. എത്ര കുർബാന കണ്ടിട്ടുണ്ടെന്ന് പറയാമോ കണക്ക്? എന്നെങ്കിലും ക്രൂശിതം കടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടും കാണുന്നില്ല. ഞാൻ പണ്ട് പറഞ്ഞല്ലേ, മജുഗോറിൽ പോയപ്പോൾ ഉണ്ടായ ദൈവാനുഭവം ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. കടന്ന് പിടയ്ക്കുക പെണ്ണ മരിയാന. ക്രിസ്തുവിൻ്റെ സഹനം കണ്ടിട്ട് ആ സഹനം ശരീരത്തിൽ പേറിയിട്ട് കടന്ന് പിടയ്ക്കുക. നിലത്തൊന്ന് ഇങ്ങനെ പൊങ്ങി നിലത്തോട്ട് വീഴുക നൊമ്പരം കൊണ്ട്. ഹൗ കൂൾ വി ആർ. സത്യത്തിലല്ലേ? എൻ്റെ മനസ്സിൽ കൂടെ പലപ്പോഴും പോകുന്നിട്ട് ചോദ്യം, കുർബാനയിൽ എത്ര ഇവർ നല്ല രസകരമായിട്ട് പാട്ടൊക്കെ പാടി തന്നു, നമ്മൾ രസകരമായിട്ട് പാട്ടൊക്കെ പാടി. നമുക്ക് പാട്ടാണോ കുർബാന? നമുക്കൊരു നൊമ്പരമല്ലേ കുർബാന? വാസ്തവത്തിൽ നമുക്കൊരു നൊമ്പരമായിട്ട് കുർബാന മാറുന്നുണ്ടോ? നമുക്കൊരു തുള്ളി കണ്ണീരായിട്ടൊക്കെ കുർബാന മാറുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു റിലേഷൻഷിപ്പാണ് കുർബാന, ഒരു ബന്ധമായിട്ട്. നമ്മളെത്ര കൂള് പലപ്പോഴും ഓർക്കാറുണ്ട് മക്കള്. ഹോളി ലാൻഡിൽ പോയ കഥയൊക്കെ രാവിലെ പറഞ്ഞു. ഒന്നും കൂടെ പറയാം. ഗെത്സമനിൽ ഒരു പള്ളിയുണ്ട്. ഈശോ പ്രാർത്ഥിച്ച ഒലിവ് മരങ്ങൾ ഇന്നും അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 2000-ലധികം വർഷം പഴക്കമുള്ള ഒലിവ് മരങ്ങൾ ഇന്നും അതിൻ്റെ ഉണ്ട്. വലിയ മരങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു തവണ ഗെത്സമനിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് വന്ന വിശ്വാസികളാണ്. അവർ ടിപ്പിക്കലി തലയിട്ട് ഈശോ പ്രാർത്ഥിച്ച കല്ലേൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. തലയിങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഒച്ചത്തിൽ കരയുക. ഈശോ മുട്ടുകുത്തി രക്തം വിയർത്ത് വാവിട്ട് നിലവിളിച്ചെടുത്ത് ഇവരിങ്ങനെ തലയിട്ടടിച്ച് ഒച്ചത്തിൽ, ഒരു ആഫ്രിക്കൻ നിലവിളിയാത്, അവർ വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്ന മക്കളെ, ഓരോ കുർബാനയിലും ഒരു തുള്ളി കണ്ണീരെങ്കിലും വരണം. ഓരോ കുർബാനയിലും നീ സത്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ, ഓരോ കുർബാനയിലും നിന്റെ കണ്ണ് നിറയും. സ്വർഗരാജ്യം നീ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവ കണ്ടിട്ടും കാണുന്നില്ല,
കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. ദൈവമക്കൾ എഴുന്നേറ്റ്, കർത്താവെ വേറൊന്നും വേണ്ട, നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ, നിന്നെ ഗ്രഹിക്കാൻ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ. ജീവിതാനുഭവങ്ങളിൽ നിന്ന് വിറ്റുവീഴുന്ന ദൈവരാജ്യ രഹസ്യങ്ങള്, ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഇറ്റുവീഴുന്ന ദൈവരാജ്യ രഹസ്യങ്ങള്, അത്ഭുതകരമായ അഭിഷേകങ്ങൾ കർത്താവേ, അത്ഭുതകരമായ കൃപകൾ കർത്താവേ, അത്ഭുതകരമായ വിടുതൽ കർത്താവേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ